ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ള എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാനുണ്ട്. 2 വലിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില, മിൻറ്റ് ലീഫ്. ഇതെല്ലാം നമുക്കൊരു മിക്സിയിലിട്ടിട്ട് ഇതിൽ ഒരു അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു അരക്കപ്പിലും കുറച്ച് താഴെ മതി, അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യൂമിൻ, അതൊന്നിട്ടിട്ട് പൊട്ടിക്കുക. പിന്നെ ഇതിലേക്ക് 1 ഏലക്കായ്, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇതെല്ലാം ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളി ഉണ്ടല്ലോ, ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഇതൊന്ന് അടച്ചു വെക്കുക. ജസ്റ്റ് എന്താ പറയുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഒന്ന് തിളക്കും. തിളച്ചതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കനിലും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അത്ര ഈസി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്, എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന. ഇനിയിപ്പോൾ ചിക്കനെല്ലാം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, കറിയെല്ലാം ഒന്ന് കുറുകി വന്ന് ഇനി ഇതിലേക്ക് ഒരു പിടി നട്ട്സ് ഉണ്ടല്ലോ, കാഷ്യൂ നട്ട്സ്, അത് നല്ലോണം ഒന്ന് എന്താ പറയുക അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക ചൂടുവെള്ളത്തിൽ. എന്നിട്ട് ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ച് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കാം. പിന്നെ ഇത് എന്താ പറയുക, നട്ട്സ് അരച്ചത് ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് കളറ് ലൈറ്റ് ഷെയ്ഡാവും. ഇനിയിപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.